അങ്ങനെ എൻ്റെ പേര് സേതു എന്നാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ മീൻ ഐറ്റംസ്? ഞങ്ങളിതൊരു 19 വർഷമായി ഈ കച്ചവടം തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നല്ല കരിമീൻ, നാടൻ കരിമീനുണ്ട്, കൊഞ്ചുണ്ട്, കണമ്പുണ്ട്, ഞണ്ടുണ്ട്, പിന്നെ വാള, ചെറിയ വെള്ളത്തിൽ വറുത്തത്, പിന്നെ കക്കാറച്ചി, ബീഫ് ഫ്രൈ, അങ്ങനെ ഐറ്റംസ് ഉള്ളത്. ഇതൊക്കെ അന്നന്ന് പിടിക്കുന്ന മീനാണ്? അന്നന്ന് പിടിക്കുന്നതാണ്. ഗസ്റ്റ് പറയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇതിപ്പോൾ കിലോയ്ക്ക് റേറ്റ്? കിലോയ്ക്ക് ഒരു മീൻ ഒക്കെ ആണെങ്കിൽ ആ മീൻ ഞങ്ങൾ ഒരു വറുത്ത് കൊടുക്കും. ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകളാണോ? ഇത് ഇവിടുന്ന് വേമ്പനാട്ടുകാരിലെ മീനാണ്. വേമ്പനാട്ടുകാരത്തെ മീനാണല്ലേ? എത്ര മണിക്ക് ഇവിടെ ഹോട്ടൽ തുറക്കാം? ഇത് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഊണാണ് മെയിനായിട്ടുള്ളത്. ഇലയിൽ നല്ല നാടൻ ഊണ് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ സെപ്പറേറ്റായിട്ട് കരിമീൻ ഫ്രൈയും കൊഞ്ച് ഫ്രൈയും ഞണ്ട് റോസ്റ്റ്, കക്ക ഫ്രൈ, അങ്ങനെയുള്ള ഐറ്റംസ്. ഊണിന് എത്ര റേറ്റ് വരുന്നത്? ഒരു ഊണ് മീൻകറി എല്ലാം കൂട്ടി കൊടുക്കുമ്പോൾ ലാവിഷായിട്ട് കഴിക്കുന്നതിന് 100 രൂപയാണ്. 100 രൂപ. പിന്നെ എക്സ്ട്രാ മേടിക്കുന്നതിന് ഞങ്ങൾ ചാർജ് അന്നേരം പറയും, അത് കഴിഞ്ഞെടുത്ത് ഫ്രൈ ആവും. വേറെ എന്തൊക്കെ മീനുണ്ടാവും സാധാരണ? ഇപ്പോൾ വരാലുണ്ടാവും, കാരി, കല്ലിമുട്ടി, വാള, അങ്ങനെയുള്ള നാടൻ മീനുകൾ പിന്നെ വേറെ ഉണ്ടാവും അല്ലേ? ഇന്നിപ്പോൾ ഇതായിട്ട് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ കിട്ടുന്ന മീനനുസരിച്ച് നമ്മൾ കച്ചവടം ചെയ്യത്തുള്ളൂ. അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് എൻ്റെ മീൻ കാണുന്നുള്ളൂ. ഞായറാഴ്ച ഓപ്പൺ ആണോ? ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക അല്ലേ? ഇവിടെ ഇപ്പോൾ എങ്ങനെ എത്തിപ്പെടാന്ന് പറഞ്ഞു? ആലപ്പുഴയിൽ നിന്ന് സർവീസ് ബോട്ടുണ്ട്. 16 രൂപ പോയിന്റിൽ ആലപ്പുഴയിൽ നിന്ന് വേണാട്ടുകാട് എന്ന് പറയുന്ന പോയിന്റിൽ. ആലപ്പുഴ ജെട്ടിന്ന്? ആലപ്പുഴ ജെട്ടിന്ന്. ഇപ്പോൾ വേണാട്ടുകാട് എന്ന് പറയുക. വേണാട്ടുകാട്ടിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ഉണ്ടാവും? 1.5 മണിക്കൂർ യാത്ര. ബോട്ടുകൾ എപ്പോഴും ഇവിടുന്ന് തിരിച്ചുണ്ടോ? അങ്ങോട്ടുണ്ടോ? ബോട്ടുകളുടെ ഒരു സമയപരിധി ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് ലൈൻ ബോട്ടേ വരുന്ന, സർക്കാർ ബോട്ടേ വരുന്ന ഗസ്റ്റുകളെ നമ്മളിപ്പോൾ മാക്സിമം തിരിച്ചു വിടാനുള്ള സംവിധാനം നമ്മൾ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് 11:45 ബോട്ട്? 11:45 വരുമ്പോൾ 1:30 ആകുമ്പോൾ എത്തും. 1:15 ആകുമ്പോൾ 1:30 എത്തി തിരിച്ചെങ്ങനെ പോകാൻ പറ്റും? 1:45 ബോട്ട് പോകും. കുറച്ച് കഷ്ടമുള്ളെങ്കിൽ നമുക്ക് അവർ പറയുന്ന സാധനം റെഡിയാക്കി ആ ബോട്ടിൽ തന്നെ ഞങ്ങൾ തിരിച്ചയക്കും. പിന്നെ 2:30, 2:45 അങ്ങനെ ബോട്ടുകളുണ്ട്.